മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയാണ്. ടാരുവിൻ്റെ ബെഡ് സ്പേസ് അപ്പുറത്താണെങ്കിലും ആൾ പയ്യെ പയ്യെ ഇപ്പുറത്തേക്ക് എത്തും. രാത്രിയൊന്നും ചില സമയത്ത് മര്യാദയ്ക്കൊന്നും ആൾ ഉറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഉറക്കം പോവാറുണ്ട്. ഡാഡി വന്നേ പിന്നെ ഡാഡിനെ മതി. സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഫോൺ കാണുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കാണ്. അതെ, സോ നമ്മുടെ ഡെയിലി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ടാരുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ടേക്ക് കെയർ ചെയ്യുന്നത് ചെയ്യാനാണ് കേട്ടോ. അപ്പം ഞാൻ പയ്യെ ഒന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഞാൻ മോർണിംഗ് സാധാരണ പോലെ നേരത്തെ എഴുന്നേക്കില്ല. ഓഫീസ് ഹോളിഡേ മാത്രമാണ് നേരത്തെ എഴുന്നേക്കലുള്ളൂ. അത് ഫസ്റ്റ് ഇവർ എഴുന്നേറ്റ് എന്നെ എഴുന്നേൽപ്പിക്കണം. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷായി ടീ ഒക്കെ കുടിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്കിൻ കെയറിലേക്ക് കിടക്കണം. അപ്പോൾ മോർണിംഗ് ഈ ഒരു ഡ്യുവോ പോലെ തന്നെയാണ് എൻ്റെ സ്കിൻ കെയറിലുള്ള 2 ഡ്യുവോ പ്രോഡക്ട്സും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലത്തെ കലാപരിപാടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മമ്മിയുടെ കയ്യിലേക്ക് ഞാൻ പയ്യൊന്ന് ടാരുവിനെ ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ. സോ മോർണിംഗ് സ്കിൻ കെയറിൽ ഞാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആ ഒരു ഡ്യുവോ പറഞ്ഞത് ന്യൂട്രിഡേമിന്റെ ഈ 2 പ്രൊഡക്ട്സ് ആണ്. ഒന്ന് ക്ലെൻസറും മോയ്സ്ചറൈസറും. ന്യൂട്രിഡേമിന്റെ ക്ലെൻസർ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഗെയിം ചേഞ്ചർ പ്രൊഡക്റ്റ് ആണ്. കാരണം മുൻപും ഞാനിത് യൂസ് ചെയ്യുന്ന വ്ളോഗ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദിസ് വൺ ഇത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ ന്യൂ ക്ലെൻസർ. ഞാനിത് യൂസ് ചെയ്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻസ് ഒന്നും ഒരുപാട് ഭയങ്കര ഡ്രൈ ആക്കാതെ തന്നെ നല്ല സ്മൂത്ത് ആക്കി വെക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ വ്ളോഗ്സ് കാണുന്നവർക്ക് യൂഷ്വലി കാണാൻ പറ്റുന്നുണ്ടാവും ഈ പ്രൊഡക്ട്സ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഇതിൽ ശരിക്കും 2% ഗ്ലൈക്കോളിക് ആസിഡ് ഇൻഫ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ചെയ്ത് ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലുള്ള ആണ് നമ്മുടെ സ്കിന്നെല്ലാം നന്നായിട്ട് ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ, എസ്പെഷ്യലി കൊളാജൻ പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മളുടെ സ്കിന്നിൽ വരുന്ന ഫൈൻ ലൈൻസ്, വ്രിങ്കിൾസ് അതെല്ലാം മാറ്റി സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറച്ചും കൂടി കൂട്ടി നല്ല യൂത്ത്ഫുൾ ആക്കി തരുകയും ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല സോഡിയം PC ആണ്. ഇതിനകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് കുറേ നേരം നമുക്ക് നിലനിർത്താനും ഹൈഡ്രേഷൻ തരാനും പിന്നെ ന്യൂട്രിഡേമിന്റെ ഏതൊരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ. സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ലേ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആൻഡ് സപ്പിൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ന്യൂട്രിഡേമിന്റെ എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ക്ലെൻസർ ആൻഡ് ദിസ് മോയ്സ്ചറൈസർ ഡുവോ. സോ മോയ്സ്ചറൈസർ നമുക്കിനി റെഡി ആവുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനിയാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ മോയ്സ്ചറൈസർ. സോ മുൻപത്തെ എൻ്റെ 2-3 വീഡിയോസിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. ന്യൂട്രിഡേമിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അത് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് ഇതിന് വേണ്ടി ഒരു ഹൈപ്പിന് വേണ്ടി മാത്രം പറയുന്നത്. ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 വർഷമായിട്ട് തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ഇതിന്റെ അത്രയും സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആക്കുകയും ചെയ്യും. ഇത്രയും ഫേവറേറ്റ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് എനിക്ക് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്തുള്ള വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ് നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ നിലനിർത്തുകയും ചെയ്യും. അത് തന്നെയല്ല pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഫേസിലുള്ള റെഡ്നെസ്, ബ്രേക്ക് ഔട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് നല്ല സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സപ്പിൾ ആക്കി വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ആഫ്റ്റർ ദിസ് ഇഫ് യു ആർ യൂസിങ് ദ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്നാലും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. കുറേ പേര് എൻ്റെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാ ഇത്ര ഒരു ഫ്ലോലെസ് മേക്കപ്പ് ചെയ്യാൻ പറ്റാന്ന്. അതിന്റെ ബേസ് തന്നെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ്, ദെൻ മേക്കപ്പ്.
ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല. അത്രയും നല്ലൊരു സ്മൂത്ത് ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ആൻഡ് എസ്പെഷ്യലി വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹൈഡ്രേഷനും തരും. നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന ഏജിങ് ഒക്കെ കുറയ്ക്കാൻ, കുറച്ചൊരു ഏജിലൊക്കെ ആവുന്ന സമയത്തേക്ക് വരുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനും പിന്നെ വരാതിരിക്കാനും ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഡെർമറ്റോളജിസ്റ്റൊക്കെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിലുള്ള pH ബാലൻസ് ഒക്കെ, എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണിത്. ഒരു വോൾ ഡേ മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് വേണം, അത്രയും നല്ലൊരു ഹൈഡ്രേഷൻ വേണം എന്ന് തോന്നുന്നവർക്ക് ഒരു ഗുഡ് ടു ഗോ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ന്യൂട്രിഡേമിന്റെ പ്രൊഡക്റ്റ് കേട്ടോ. അത് മാത്രമല്ല ആക്നെ പ്രോൺ സ്കിന്നിനും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി സ്ട്രെച്ച് മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫെയ്ഡ് ചെയ്യാനും ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് എവിടെ കിട്ടുന്നത് കമന്റ് ബോക്സിൽ ചോദിക്കരുത്, കാരണം ഞാൻ അതിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ന്യൂട്രിഡേമിന്റെ ഇന്ത്യാസ് വെബ്സൈറ്റ് അത് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓൾസോ ഐബീരിയ സ്കിൻ ബ്രാൻഡ്സ് വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ലിങ്ക് ചെയ്ത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസിങ് പാർട്ട് കഴിഞ്ഞു. ഇന്ന് ഞാൻ പക്ഷെ ലൈറ്റ് മേക്കപ്പ് ആണ്, ഒരു ഫ്ലോലെസ് കംപ്ലീറ്റ് ഫുൾ മേക്കപ്പിലേക്ക് പോകുന്നില്ല. ലൈറ്റ് ഒരു ബേസ് മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. സ്കിൻ കെയർ പറഞ്ഞ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം റെഡി ആയിട്ട് ഞാൻ കോളേജിലേക്ക് ഇറങ്ങാണ്. പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയുന്ന അവിടെ ചെന്നിട്ട് അധികം വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഓൾറെഡി ക്ലാസ് ടൈം ആയതുകൊണ്ട് അവിടെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം പോയിട്ട് തിരിച്ചു വരാം. അത്യാവശ്യം നല്ലൊരു ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് പിന്നെ എനിക്കധികം ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേഗം അവിടുത്തെ കാര്യങ്ങൾ കഴിച്ചിട്ട് തിരിച്ച് വീടെത്തി. പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു ആക്രാന്തമായിരുന്നു, അതും കഴിച്ചു. വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തീർന്നു വന്നപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി. ഇന്ന് ഞാൻ പോയപ്പോൾ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളുടെ വണ്ടി നമ്മളുടെ കയ്യിൽ നിന്നും പോയിരിക്കുന്നു. പോയിരിക്കുന്ന എവിടെയും കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, സർവീസിന് കൊടുത്തേക്കാണ്. കാരണം നിർത്തിയിട്ട വണ്ടിയുമേ, പാർക്ക് ചെയ്തിട്ടിരുന്ന വണ്ടിയുമേ ഏതോ ഒരു ചേട്ടൻ്റെ വണ്ടി വന്ന് ഇടിച്ചിട്ട് അങ്ങേര് പോകാൻ പോയപ്പോഴത്തേനും നമുക്ക് കിട്ടി ഫൈനലി. നമ്മൾ അക്കാഡമിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ സംഭവിച്ചത്, താഴെ പാർക്ക് ചെയ്തിട്ടിരുന്ന സമയത്ത് ഇങ്ങനെ താഴെ നിന്ന് കോള് തരുന്നേ വണ്ടിയുമ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ട്, കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നാളത്തേക്ക് നമ്മൾ റെന്റിന് എടുത്തിരിക്കുന്ന വണ്ടിയാണിത്. എന്തായാലും ഒരു 2 weeks എടുക്കും നമുക്ക് വണ്ടി ശരിയാക്കി കിട്ടാനായിട്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു വർഷമുള്ളൂ. ഇന്ന് ഞാനൊരു വഴിക്കൂടെ വിച്ചാനൊരു വഴിക്കൂടെ രണ്ട് സ്പ്ലിറ്റ്സ് ആയിട്ട് പോയേക്കായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഇപ്പം ഇത്രയും നേരം വരെ അധികം ഒന്നും കാണിക്കാൻ പറ്റായിരുന്നത്. വേഗം എഴുന്നേറ്റു റെഡിയായി പോയി. ഞാൻ കോളേജിലേക്ക് പോയി, ആൾ വേറെ സ്ഥലത്തേക്ക് പോയി, പിന്നെ തിരിച്ചു വന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ഇനി ടാരുവിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ആൻഡ് ദെൻ എഗെയിൻ നമുക്ക് ഈവനിങ് ഒരു ഔട്ടിംഗ് ഉണ്ട്. മിക്ക ദിവസം ഇപ്പിച്ച നാട്ടിലുള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ കറങ്ങാൻ പോകും. ഒന്ന് ഈവനിങ് നമുക്ക് ടൈം കിട്ടുള്ളൂ, ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ കുറച്ച് ടൈം നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം അത് എപ്പോൾ പോകും? ചെയ്യുമ്പോൾ ഓടിച്ചെന്ന് പിടിച്ചോ, അത് ഓടിച്ചെന്ന് പിടിച്ചോ. ആ പോക്കോ. ഞാൻ ഓടിക്കുമ്പോ അങ്ങനെ പോവില്ല, എടുത്തോണ്ട് നടക്കൊന്നും അറിയാം. കള്ളിപ്പെണ്ണേ എവിടെ എന്റെ മഞ്ഞ റോസ? എന്റെ മഞ്ഞ റോസ എവിടെ? നീന്ത്. എന്തൊക്കെ കഷ്ടപ്പാടാണ് നോക്ക്. ഒരു ദിവസം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഉപയോഗിച്ചു, പിന്നെ അത് എനിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഗ്ലാസ് എടുത്ത് തിരിച്ചു വയ്ക്കണം. യെസ്, ഇന്നത്തെ ഔട്ടിങ് ഇറങ്ങാണ്. അങ്ങനെ ഒരു 1.5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ബൈക്കിലേക്ക് കയറുന്നു. ഇന്നാണ് ബൈക്ക് ഒന്ന് പുറത്തേക്ക് ഇറക്കിയതും ഒന്ന് കയറാൻ പറ്റിയതും.
കാർ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും അതിൽ തന്നെയായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് റെസ്റ്റ് ടൈം ആയല്ലോ. പിന്നെ ശരിക്കും എൻജോയ് ചെയ്തു. ഒരുപാട് നാൾ കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. എനിക്ക് ക്രേവിങ് ടൈമിലൊക്കെ ആ ഒരു ക്രേവിങ്സ് വന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു സ്വീറ്റ് ഡെസേർട്ട്. അത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫേമസ് ആണ് കേട്ടോ ഈ ഒരു ഡെസേർട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അത് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇന്നത്തെ ഔട്ടിങ് അങ്ങോട്ടേക്കായിരുന്നു. അങ്ങനെ അത് ട്രൈ ചെയ്ത് കുറച്ച് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നു. ടാര് കമന്ന് തുടങ്ങിയ പിന്നെ ഇതാ ഇപ്പൊ ഉറക്കം ഇങ്ങനെ ആയി തുടങ്ങിട്ടോ. തൊട്ടിലാണെങ്കിലും കമന്ന് എടുക്കും. എങ്ങനെയുണ്ട്? ഹൈപ്പറുള്ള ഉണ്ടോ? എന്താ നീ ഇങ്ങനെ ഇരിക്കണേ? ഹൈപ്പിനുള്ളതുണ്ടാ? കിൻഡർ ജോയാ. അങ്ങനെ ഇന്നത്തെ ഔട്ടിങ്ങിന്റെ മെയിൻ മോട്ടോ ഇതായിരുന്നു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുള്ളത്. ആ പൂതിയൊക്കെ തീർന്നു. ആരോ ഇതില് ഏതോ ബ്ലോഗർമാർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇത് ഒരു തവണയൊക്കെ കഴിക്കുള്ളൂ. ട്രൂ. ഒരു തവണയും കഴിക്കാൻ പറ്റുന്നില്ല. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ കഴിക്കാൻ പറ്റുന്നുള്ളൂ. ഭയങ്കര സ്വീറ്റ് ആണ്. ഇല്ല അത് പിന്നെയും കുഴപ്പമില്ല. മറ്റേ എന്തോ ചീസ് ബോംബോ, കാരണം അത് അത്രയും ഷുഗറി ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യുന്നുണ്ട് മീൻസ് കമ്പാരിറ്റീവ്ലി ഇത് വെച്ച് നോക്കുമ്പോൾ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ഫ്ലേവർ എടുത്തു. പക്ഷെ ഇത് കഴിച്ചു വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒരേപോലത്തെ ടേസ്റ്റ് ഉണ്ട്. മെയിൻലി ഇവിടെ മറ്റേ സംഭവമാണ് കുനാഫ പ്ലസ് ഈ സെയിം സാധനം ഈജിപ്റ്റ് അല്ല ടർക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഷസ് ഇഷ്ടംപോലെ. അങ്ങനെ എല്ലാവരും നല്ല കട്ടിക്ക് മധുരം കഴിച്ചുകൊണ്ട് മത്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. പിന്നെ അങ്ങോട്ടൊരു വലിയൊരു ഉറക്കത്തിലേക്കുള്ള പോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം വലിയ ഷൂട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.